ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മലയാളത്തിലെ ഒന്നാമത്തെ പാഠം പഠിക്കാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? പറവ പാറി. കൂട്ടുകാർ ചിത്രത്തിൽ പല കിളികളെയും കാണുന്നില്ലേ? ഈ കിളികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് പറവ. പക്ഷി, കിളി, പറവ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചിത്രത്തിൽ കാണുന്നത് കാക്കയെയാണ്. തത്തയുണ്ട്, പ്രാവുണ്ട്, പൊന്മാനുണ്ട്. ഇവയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. തന 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 താന പട 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 പറവ തന 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 താന പട 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 പറവ. അപ്പോൾ കൂട്ടുകാർ വീടിൻ്റെ മുറ്റത്തിറങ്ങിയിട്ട് വ്യത്യസ്ത തരം കിളികളെ നിരീക്ഷിക്കുക. അവ പറക്കുന്നത് എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുക. ഇതെല്ലാം നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കിളികളെ നിങ്ങളുടെ പുസ്തകത്തിൽ ചിത്രമായിട്ട് വരയ്ക്കുക. ഇനി ഈ പാഠത്തിൽ നമുക്ക് 4-5 വാക്കുകളാണ് പഠിക്കാനുള്ളത്. പറവ, പാറി, തന, താന, പട, പറവ. ടീച്ചർ ഈ വാക്കുകൾ എഴുതിത്തരാം. കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കുമല്ലോ. ആദ്യത്തെ വാക്ക് പറവ, പറവ. അടുത്ത വാക്ക് പാറി, തന, തന, താന, പട, പട, പറവ, പറവ. അടുത്ത പേജ് എടുത്തോളൂ. അപ്പോൾ നിങ്ങളവിടെ കിളികൾ, 2 കിളികളെ കാണുന്നില്ലേ? ഒന്നൊരു മഞ്ഞക്കിളിയും മറ്റേത് മയിലും. ഈ മയിലിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ മയിലിനെ? നമുക്ക് ഒരു പാട്ട് പാടി നോക്കാം. പട പട പാറി കലപ്പില പാടി തന തന താന താനന താന പട പട പാറി കലപ്പില പാടി തന തന താന താനന താന. അടുത്ത പേജ് നോക്കൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട നല്ല കളിയാണ്. നിങ്ങളുടെ വീട്ടിൽ മുട്ട വാങ്ങാറില്ലേ? മിക്കവാറും എല്ലാവരുടെ വീട്ടിലും വാങ്ങുന്നത് കോഴിമുട്ടയായിരിക്കും. എല്ലാ കിളികളും മുട്ടയിടാറുണ്ട്. മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ലഭ്യമായ കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് നല്ല രസത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കൂട്ടുകാരെ എല്ലാം ഇല്ലേ ഇതിൽ? അവർക്ക് നല്ല എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉണ്ടാക്കി നോക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് അമ്മയോട് ഒരു മുട്ടയുടെ സൈഡിൽ നിന്ന് അതിൻ്റെ ഉള്ളിലെ മഞ്ഞക്കരു ഒഴിവാക്കി തരാൻ പറയുക. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം നല്ല ചിത്രം വരച്ച് പെയിൻറ് ചെയ്തിട്ട് പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലത്തെ കൊമ്പും തൊപ്പിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ചിത്രം വരച്ച്, മുട്ടയിൽ ചിത്രം വരച്ച് പേപ്പറിൽ തൊപ്പിയും കൊമ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് ഭംഗിയിൽ നിങ്ങൾക്ക് പല മൃഗങ്ങളുടെയും ജീവികളുടെയും മുഖങ്ങളും ഷേപ്പുകളും ഒക്കെ നിങ്ങൾക്ക് വരച്ചുണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ പരീക്ഷണം ഞാൻ കാണിച്ചു തരാം. ഒരു കൂട്ടുകാരൻ ചിന്തിക്കുകയാണ്, ഈ മുട്ടയുടെ മുകളിൽ കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു ഒരു കൂട്ടുകാരൻ. മറ്റൊരു കൂട്ടുകാരൻ ചിന്തിക്കുകയാണ്, ഒരു പുസ്തകത്തിൻ്റെ കോഴിമുട്ട വെച്ചാൽ അത് ഓർഡറിൽ വെക്കാത്തത് കൊണ്ട് അത് പൊട്ടിപ്പോയി. ഒരു കൂട്ടുകാരൻ ചെയ്തത് കണ്ടോ നിങ്ങൾ? മുട്ട കൃത്യമായിട്ട് പൊട്ടിച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് 4 എണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഒരേ വലുപ്പത്തിലുള്ള പുസ്തകങ്ങൾ വലിയത് മുകളിലാക്കിയിട്ട് ചെറിയത് മുകളിലേക്ക് വെച്ചിട്ട് നല്ല ബാലൻസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ വെച്ചിട്ട് അത്
സെറ്റാക്കിയെടുത്തത് കണ്ടോ. മറ്റൊരു കൂട്ടുകാരന് വെച്ചപ്പോൾ അത് ഡാമേജ് ആയിപ്പോയി, അത് കേടുവന്നു പോയി അല്ലേ. ഇതുപോലെ കൂട്ടുകാരും ഒന്ന് വീട്ടിൽ നിന്നും ചെയ്തു നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുണ്ടോ എന്ന്